കൊല്ലം പോരുവഴിയിൽ ചാർജ് ചെയ്യുന്നതിനിടെ ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചത് ജി ഗോപാലകൃഷ്ണന്റെ സ്കൂട്ടറിന്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് ശാസ്താംകോട്ട ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീ അണച്ചു. 10 വർഷത്തിലേറെയായി വൈദ്യുതിയും റേഷൻ കാർഡും നിഷേധിക്കപ്പെട്ട ട്രൈബൽ കുടുംബത്തിന് അത് ലഭ്യമാക്കിയതുമായി ബന്ധപ്പെട്ട് SDPI എറണാകുളം പറവൂർ ചന്തപ്പാടം ബ്രാഞ്ച് കമ്മിറ്റി സേവന സമർപ്പണ സംഗമം സംഘടിപ്പിച്ചു. മാക്കനായി ST കോളനി പരിസരത്ത് നടത്തിയ സംഗമം പാർട്ടി സംസ്ഥാന സമിതി അംഗം VM ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം വരാപ്പുഴയിൽ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പെരിയാർ മലിനീകരണ നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യുക, ചെറുമീൻ മത്സ്യം പിടിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക, വേമ്പനാട് കായൽ അതോറിറ്റി രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ CPI എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കുമരനെല്ലൂർ വേഴൂർക്കുന്നിൽ മണിക്കൂറുകളോളം വീട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ പാമ്പിനെ പിടികൂടി. മതിലകത്ത് വീട്ടിൽ വിജയന്റെ വീട്ടിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. അംഗീകൃത പാമ്പുപിടുത്തക്കാരൻ ബൈജു കോട്ടപ്പാടമെത്തിയാണ് കാട്ടുപാമ്പിനെ പിടികൂടിയത്. തൃശൂർ കണ്ടണാശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിൽ ഓണക്കാലത്ത് നടത്തിവരാറുള്ള തായങ്കളി മത്സരത്തിന് തുടക്കമായി. വായനശാലയോട് ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയ കളിയിടത്തിലാണ് തായങ്കളി അരങ്ങേറുന്നത്. തായങ്കളിയുടെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് നിർവഹിച്ചു. നടനും MLAയുമായ മുകേഷിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ MLA സ്ഥാനം ഒഴിയുന്നതാണ് ധാർമ്മികതയെന്ന് നടൻ PP കുഞ്ഞികൃഷ്ണൻ. അമ്മ ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ച നടപടി ശരിയായില്ലെന്നും എല്ലാ സത്യങ്ങളും വൈകാതെ പുറത്തുവരുമെന്നും കുഞ്ഞികൃഷ്ണൻ പാലക്കാട് പറഞ്ഞു.